നമസ്കാരം. കേരള അസോസിയേഷൻ ഓഫ് ഫാമേഴ്സ് നോർത്ത് ഓണം പൊന്നോണം 2024 നടത്തുന്ന മെഗാ തിരുവാതിരയുടെ കോർഡിനേറ്റർമാരിൽ ഒരാളാണ് ഞാൻ. ഈ വീഡിയോ കഴിഞ്ഞ 2 മാസമായിട്ട് ഞങ്ങൾ നടത്തുന്ന തയ്യാറെടുപ്പുകളുടെ കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. 80ഓളം പേരടങ്ങിയ ഈ വലിയ ഗ്രൂപ്പിനെ ഞാൻ ഒറ്റയ്ക്കല്ല മാനേജ് ചെയ്തത്. അതിന്റെ കൂടെ എനിക്കൊരു പാർട്ണറും കൂടെ വേറെ ഉണ്ടായിരുന്നു. ഹായ്, എൻ്റെ പേര് ശ്രീ. കേരള അസോസിയേഷൻ ഓഫ് ഫാമേഴ്സ് നോർത്ത് കാപ്പൻ സംഘടിപ്പിക്കുന്ന മെഗാ തിരുവാതിരയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓണം വരുന്നു, അപ്പോൾ തിരുവാതിര എന്നൊരു ഐഡിയ ഉണ്ട്. എല്ലാ വർഷവും നമ്മൾ തിരുവാതിര ചെയ്യും. പക്ഷേ ഈ തവണ മെഗാ തിരുവാതിര എന്നൊരു ഐഡിയ വന്നപ്പോൾ അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് കഷ്ടമുള്ള ഒരു കാര്യമാണെന്ന് തോന്നി. ഈ മെഗാ തിരുവാതിര അനൗൺസ് ചെയ്ത് വിത്തിൻ 2 വീക്സ് നമുക്ക് 100-ലധികം എൻട്രികളാണ് വന്നത്. ആ എൻട്രികളിൽ നിന്ന് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് വന്നപ്പോൾ അത് 80 ചുരുങ്ങുകയാണ് ചെയ്തത്. ജോലിയും മറ്റു തിരക്കുകളും കാരണം കുറെ പേർക്കൊന്നും നമ്മുടെ കൂടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ 80 പേരെ തന്നെ മാനേജ് ചെയ്യലും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് നമുക്കിത് പഠിപ്പിക്കാൻ എന്നുള്ള കാര്യം ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള തന്നെയായിരുന്നു. ഞങ്ങൾക്കൊരു നല്ല ഗുഡ് ഗ്യാതറിംഗ് ആയിരുന്നു ഇവിടെ തിരുവാതിരയുടെ പ്രാക്ടീസിന് വരുമ്പോൾ. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് 6 വയസ്സുകാർ മുതൽ മുതിർന്ന ആൾക്കാരുള്ള 80 പേരിടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പാണ്. മെഗാ തിരുവാതിര എക്സ്പീരിയൻസ് നല്ലൊരു ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരോടും നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എസ്പെഷ്യലി പറയേണ്ട കാര്യം രേഷ്മയുടെ ഒരു ഡെഡിക്കേഷൻ ആണ്, ഹാർഡ് വർക്കും പാഷനും. അത് പറയാണ്ടിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേരെ പഠിപ്പിച്ചെടുത്ത കാര്യത്തില് ഞങ്ങൾ എല്ലാവരും ഓൾ ഫാമിലി എസ്പെഷ്യലി ഞങ്ങൾ 3 പേരോട് ചേർന്ന് നല്ല ഫണ്ണായിരുന്നു. ആദ്യം നല്ലൊരു പാട്ട് നോക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് കാര്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങള് നല്ല കുറെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി. അതിൽ തന്നെ ടീംബോ ആയിട്ടുള്ള ഒരു പാട്ട് സെലക്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ചെന്നെത്തിയത് ചിത്രചേച്ചിയുടെ ആവണി എന്നൊരു ആൽബത്തിലാണ്. അതിൽ നിന്നാണ് ഞങ്ങൾ ഈ പാട്ട് സെലക്ട് ചെയ്തത്. തിരുവാതിര എന്ന് പറയുമ്പോൾ തിരുവാതിര ആ പദം, അത് കഴിഞ്ഞ് കുമ്മി, വഞ്ചിപ്പാട്ട് ഒക്കെ വേണം. അപ്പൊ ഞങ്ങള് അതൊരു 10 മിനിറ്റ് ആണ് ഇതിന് ഞങ്ങൾ വെച്ചിരിക്കുന്ന ഒരു സമയപരിധി. ഇനീഷ്യലി ഞങ്ങൾ പാട്ടും അതിനനുസരിച്ച് കൊറിയോഗ്രാഫിയും ചിട്ടപ്പെടുത്തിയ ശേഷമാണ് ഞങ്ങൾ പാർട്ടിസിപ്പൻസിനെ ഗ്രൂപ്പായിട്ട് തരംതിരിച്ചത്. അത് വയസ്സിനനുസരിച്ചിട്ട് ഞങ്ങൾ 6 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികളെ ഫസ്റ്റ് സർക്കിളാക്കി അതിന് പുറമേക്ക് സർക്കിളുകൾ ഏജിനനുസരിച്ച് സർക്കിളാക്കാണ് ഞങ്ങൾ ചെയ്തത്. എല്ലാം വളരെ നന്നായിട്ട് കോർഡിനേഷനും എല്ലാം നന്നായിട്ട് പോയി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ ഫ്രണ്ട്സിനെ കിട്ടി. 2 മന്ത്സ് സത്യം പറഞ്ഞാൽ വളരെ എൻഗേജിങ് ആയിട്ടാണ് പോയത്. നമുക്ക് വീക്കെൻഡുകളിലും വീക്ക് ഡേയ്സിലും അങ്ങനെ യൂഷ്വലി 3 പ്രാക്ടീസ് ആണ് വെച്ചത്. എനിക്ക് ഒരു ടൈം ഔട്ട് ആയിരുന്നു. ജോലിയിൽ നിന്നും വീട്ടിലെ ആക്ടിവിറ്റീസിൽ നിന്നും ഇവിടോട്ട് വരാനും ആൾക്കാരെ പരിചയപ്പെടാനും ഒക്കെ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു. പഴയ ആൾക്കാരെ ഒന്നുകൂടെ ക്യാച്ചപ്പ് ചെയ്തു. നല്ലൊരു ഗുഡ് ടൈം ഔട്ട് ആൻഡ് ഗെറ്റ് ടുഗദർ ആയിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല വെൽ പ്ലാൻഡ് ആയിരുന്നു. ഒരു കാര്യത്തില് ഷീസ് എ വെൽ പ്ലാൻഡ് അമേസിംഗ് ടീച്ചർ. നമുക്ക് ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് ഒരു റഷ്യം വരത്തില്ല. തുടക്കത്തിൽ ഞങ്ങൾക്ക് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ നമ്മളിത് എവിടെയാണ് കളിക്കാൻ പോകുന്നത്. ഒരു കാൽഭാഗത്തോട് അടുത്തപ്പോഴാണ് നമുക്ക് കേരള അസോസിയേഷൻ ഓഫ് ഫാമേഴ്സ് നോർത്ത് പറയുന്നത് നമ്മളിത് പെർഫോം ചെയ്യാൻ പോകുന്നത് ഫാമിയുടെ ഹൃദയഭാഗത്ത്, അതായത് ഇത് സ്ക്വയറിൽ വെച്ചിട്ടാണെന്നുള്ളത്. അതൊരു സത്യം പറഞ്ഞ ആവേശം തന്നെയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ. മലവാട്ടൂർ സ്റ്റാൻഡേർഡ് വന്ന് നമ്മുടെ ഫോട്ടോസ് എടുക്കുകയും നമ്മുടെ ന്യൂസ് കവർ ചെയ്യുകയും അത് ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ അച്ചടിച്ചു വരികയും ചെയ്തത് ഞങ്ങളുടെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്തത്. കുഞ്ഞു മക്കൾക്ക് മുതലുള്ളവർക്ക് സ്കൂളുണ്ട്, അമ്മമാർക്ക് ഈ കുഞ്ഞുമക്കളെ നോക്കണം, ഒപ്പം തന്നെ ജോലിക്ക് പോകണം. ഇതിന്റെ ഇടയിലാണ് ഇവർ ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ആ ഒരു ഡെഡിക്കേഷൻ കൊണ്ടാണ് എനിക്ക് രേഷ്മയ്ക്കും ഇതൊരു ഭംഗിയാക്കി ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റിയത്. അതിന് ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത്രയും ആൾക്കാർ കൂടിയിട്ട് ഒരു മെഗാ തിരുവാതിരയ്ക്ക് കയറുന്നത്. ഒത്തിരി പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. അതിലേറെ നമ്മൾ ഒരു 2 മാസമായിട്ട് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 8 പേര് ഒരു തിരുവാതിര കളിക്കുന്നതിന് അത്രയ്ക്കും ബഹളവും ഒരു ക്ഷമയില്ലാതെ ഒരാൾ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ അത് എങ്ങനെ മേക്കപ്പ് ചെയ്യണം എന്നൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ കണ്ടത് ഓരോരാഴ്ചയും നമ്മൾ ഓരോരുത്തർ ആരെങ്കിലൊക്കെ ആബ്സെന്റ് ആയിരിക്കും വീണ്ടും സെയിം സ്റ്റെപ്പ് തന്നെ ഇട്ട് കളിക്കുന്നു. ലാസ്റ്റ് അത് ഫുള്ളായിട്ട് കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടപ്പോൾ എല്ലാവരുടെയും ആ യൂണിഫോമിറ്റി, ഡ്രസ് സെലക്ഷനും നല്ല രസമായിരുന്നു. ഈ മെഗാ തിരുവാതിര ഗ്രൂപ്പില് ഒരുപാട് പേര് ഫാമിയിൽ അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ തന്നെ പുതിയതായി വന്ന കുറെ പേരുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും തന്നെ പരസ്പരം പരിചയപ്പെടാനും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കുവാനും നമ്മുടെ ഈ മലയാളി കമ്മ്യൂണിറ്റിയിലേക്ക് ഇഴുകിച്ചേരുവാനുള്ള ഒരു അവസരമായിരുന്നു കാപ്പന്റെ ഈ മെഗാ തിരുവാതിരയിലൂടെ അവർക്ക് എല്ലാവർക്കും ലഭിച്ചത്. ഞങ്ങൾ പെർഫോം ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് നാട്ടിൽ നിന്ന് വന്ന്
2 ദിവസത്തിന്റെ ഉള്ളിൽ ഈ തിരുവാതിര മൊത്തം പഠിച്ചിട്ട് ഞങ്ങളുടെ കൂടെ കളിച്ച ആളും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു തിരുവാതിര ഗ്രൂപ്പ്, അതിനകത്ത് നൃത്തം അറിയാവുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്, ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം ഇതിനകത്ത് വന്നു പെട്ടവരുണ്ട്. എല്ലാവരും കൂടി ചേർന്ന് ഇതിനൊരു ഗംഭീരമാക്കി മാറ്റാൻ കാരണം അവരുടെ പ്രാക്ടീസ് ആണ്. മെഗാ തിരുവാതിരയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തിരുവാതിര കളിക്കുന്നത്. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. I liked it. I loved it. Thank you for teaching us Little Love Naga. We really enjoyed learning the steps. Thank you to all the teachers. നമ്മുടെ കേരളത്തിലെ തനതായ ഈ കലാരൂപത്തെ ഇവിടെയുള്ള നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ പരമാവധി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് ഇവിടെ അവതരിപ്പിക്കാനും മുൻകൈ എടുത്ത കേരള അസോസിയേഷൻ ഓഫ് ഫാമസ്റ്റ് നോർത്തിനെ പ്രത്യേക അഭിനന്ദനങ്ങളും നന്ദിയും. Mega did one of them a great experience. It was really fun and we all enjoyed it. Thank you for all the teachers that helped us. Thank you.